അസ്സലാമു അലൈക്കും. ആരാ വിളിച്ചതടി? മാഹിറാണോ? ആനുമ്മ വാതിക്കൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് സുറുമി താൻ കരയുകയാണെന്നുള്ള ബോധം എന്നത്. അവൾ കുഞ്ഞിനെ നെഞ്ചിൽ നിന്നും അടർത്തി മാറ്റി മുഖം അമർത്തി തുടച്ചുകൊണ്ട് ആനുമ്മയെ നോക്കി. എന്താടി നിന്റെ വായിലെ നാവില്ലേ? നീ ആരോടാണ് ഇപ്പോൾ ഫോൺ സംസാരിച്ചതെന്നാണ് ഞാൻ ചോദിച്ചത്. അത് ഇക്കയായിരുന്നു. സുറുമി പതിഞ്ഞൊരു മറുപടി കൊടുത്തു. എന്നിട്ടെന്താ ഈ എൻ്റെ കയ്യിൽ ഫോൺ തരാതെ? ഞാനേ ഓൻ്റെ പെറ്റുമ്മയാ. നീയും അവനുമായിട്ടുള്ള ബന്ധം 3 മുകളിൽ തീരുന്നതേ ഉള്ളൂ. എന്നാലേ ഞാൻ അങ്ങനെയല്ല. എൻ്റെ മോനിൽ നിന്നേക്കാൾ അവകാശവും അധികാരമൊക്കെ എനിക്ക് തന്നെയാണ്, ആനുമ്മ ഗർവോടെ പറഞ്ഞു. അവരുടെ വാക്കുകൾ സുറുമിക്ക് ഒട്ടും വേദന നൽകിയില്ല. കാരണം മാഹിറിൻ്റെ ദേഷ്യവും അവഗണനയും നൽകിയ വേദനയോളം വരില്ല അതൊന്നും. അങ്ങനെയല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഉമ്മ. ഇക്ക എന്നോട് നേരെ സംസാരിച്ചിട്ടില്ല. അവിടെ തിരക്കാണെന്ന് പറഞ്ഞ് ഫോണ് വെച്ച് കളഞ്ഞു. എത്ര പിടിച്ചു നിർത്തിയിട്ടും അത് പറയുമ്പോൾ സുറുമിയുടെ വാക്കുകൾക്ക് ഇടർച്ച ബാധിച്ചു. തൊണ്ട പൊട്ടിയൊരു ഏങ്ങൽച്ചീൽ പുറത്തേക്ക് ചാടി. അവൾ കരയുന്നത് കണ്ട് ആനുമയൊന്ന് സംശയത്തോടെ നെറ്റി തുളിച്ചു. അവർക്കിടയിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് ആ സ്ത്രീ ഊഹിച്ചു. അല്ലെങ്കിലും ഈയിടെയായിട്ട് ഓനെ വീട്ടിലേക്ക് വിളിക്കാൻ പോലും സമയമില്ലാതായിട്ടുണ്ട്. എങ്ങനെ വിളിക്കും? ഈയൊക്കെയല്ലേ വീട്ടിലിരിക്കുന്നത്? അവന് ദിവ്യ പ്രേമായിരുന്നല്ലോ. ഇപ്പം മടുത്ത് കാണും. അവന് അങ്ങനെ തന്നെ വേണം. ഇതാണ് പറയുന്നത്. മൂത്തവരെ വാക്ക് തള്ളിക്കളഞ്ഞാലേ പിന്നെ അതോർത്തി ദുഃഖിക്കേണ്ടി വരുമെന്ന്. ആനുമ്മ അവളുടെ മുറിഞ്ഞ ഹൃദയത്തിലേക്ക് ഉപ്പുനീരൊഴിച്ചു. ആനുമ്മ അവിടെ നിന്നും പോയതും സുറുമി തലയണയിലേക്ക് മുഖം അമർത്തി കണ്ണുനീരിനെ ഒഴുക്കി വിട്ടു. ഹാലമോൾ ഉമ്മയുടെ തലയിൽ പതിയെ തലോളിക്കൊണ്ട് അടുത്തിരുന്നു. എന്തിനെന്നറിയാതെ ആ കുഞ്ഞു കണ്ണുകളിലും കണ്ണുനീർ പാടുകെട്ടിയിരുന്നു. കോൾ അവസാനിപ്പിച്ചിട്ടും ഫോൺ നെഞ്ചോട് ചേർത്ത് പിടിച്ച് മാഹിർ ടെറസിൽ ഒരു ശവം കണക്കിയിരിക്കുകയായിരുന്നു. സുറുമിയുടെ നിറഞ്ഞ കണ്ണുകൾ മനസ്സിൽ നിന്ന് പോകുന്നില്ല. എന്നോട് ക്ഷമിക്കുമോളെ. നിന്നെ വേദനിപ്പിക്കുമ്പോൾ എൻ്റെ ഹൃദയം പൊട്ടിപ്പോകുന്നുണ്ട്. എന്നാലും വേണ്ട, എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നീ അറിയണ്ട. നിന്നോട് മിണ്ടുമ്പോൾ ഞാൻ നിന്നെ അറിയിക്കാതെ മറച്ചു പിടിച്ചതൊക്കെയും ചോർന്നു പോവാൻ തിടക്കം കൂട്ടുന്നു. നീ ഒന്നും അറിയണ്ട. അവൻ ഫോണിലെ സുറുമിയുടെ ഫോട്ടോ എടുത്ത് കണ്ണുനീർ നനയുള്ള ചുംബനപ്പൂക്കൾ കൊണ്ട് മൂടി. പൊന്നുമോളെ, മാപ്പ്. ഈ വേദനയ്ക്ക് പകരമായി ഞാൻ നിന്നെ സ്നേഹം കൊണ്ട് വീർപ്പി മുട്ടിച്ചോളാം. അവൻ്റെ ഹൃദയം അലമുറയിട്ടു. മാഹിറിനൊന്ന് ഉറക്കെ പൊട്ടിക്കരിയാൻ തോന്നി. മുഖം പൊത്തിപ്പിടിച്ചവൻ ഏങ്ങിക്കരിഞ്ഞു. തോളിൽ ആരുടെയൊക്കെയോ മൃദുസ്പർശം അറിഞ്ഞപ്പോഴാണ് മാഹിർ മുഖം മറച്ച കൈ എടുത്തു മാറ്റിയത്. അറിയാമായിരുന്നു അത് ആഷിഖായിരിക്കുമെന്ന്. അവൻ മാത്രമേ തന്നെ തേടി വരൂ. കഴിഞ്ഞോ നിന്റെ കരച്ചിൽ? ആഷിഖ് അവൻ്റെ കരഞ്ഞു കലയും കണ്ണുകളിലേക്ക് നോക്കി അല്പം ദേഷ്യത്തിൽ ചോദിച്ചു. ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടടാ എൻ്റെ പെണ്ണിനെ ഞാൻ. എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിൽ പിന്നെ എൻ്റെ പെണ്ണ് സന്തോഷം എന്താണെന്ന് അറിഞ്ഞു കാണില്ല. ഓളെ ഒരു രാജകുമാരിയെ പോലെ വായിക്കണമെന്ന് കരുതിയ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിയത്. ഒന്നും നടന്നില്ലെന്ന് മാത്രമല്ല, താങ്ങാവുന്നതിലും അപ്പുറം വേദനകൾ നൽകി ഒറ്റക്കാക്കി ഞാൻ. എന്നിട്ടും പരാതിയും പരവുമില്ലാതെ അവൾ എന്നെയും കാത്തിരിക്കുക. എന്നെ സ്നേഹിച്ച് തോൽപ്പിച്ച് കളയാവോള്. മാഹിർ ആഷിഖിൻ്റെ മുമ്പിൽ വിങ്ങലോടെ മനസ്സ് തുറന്നു. ആഷിഖ് അവൻ്റെ പുറത്ത് തട്ടി സമാധാനിപ്പിച്ചു. സാരില്ലടാ, എല്ലാം ശരിയാവും. എപ്പോഴും പറയാനുള്ള സമാധാനവാക്ക് പറഞ്ഞവൻ തൻ്റെ മിത്രത്തെ ചേർത്ത് പിടിച്ചു. ശരിക്കും നീ എല്ലാം സുറുമിയോട് തുറന്നു പറയാനടാ വേണ്ടത്. നിൻ്റെ മുറിവിന് മരുന്നാവാൻ നിൻ്റെ പാതിക്ക് കഴിഞ്ഞാലോ? അത് വേണ്ടടാ. അവൾ അവിടെ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. ആ കൂടെ ഇതും താങ്ങില്ലട എൻ്റെ പെണ്ണ്. മാഹിർ തൻ്റെ ചുണ്ടുകൾ കടിച്ചു പിടിച്ച് വിതുമ്പലടക്കി. ആഷിഖ് അവനെ നോക്കി ഒന്ന് നിശ്വസിച്ചു. ഡാ, ഞാനേ ഇന്ന് ഷിബുവിനെ വിളിച്ചിരുന്നു. നിൻ്റെ കാര്യം ഞാൻ സംസാരിച്ചു. നിനക്ക് പോലീസുകാരുടെ കണ്ണ് വെട്ടിച്ച് ചെയ്യാൻ പറ്റിയ ഒരു ജോലിയെക്കുറിച്ച് അവൻ പറഞ്ഞു. പക്ഷേ എനിക്കെന്തോ അതത്ര തൃപ്തി തോന്നുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഇവിടെ നിന്ന് കുറേ ദൂരെയായി ഒരു ഉൾപ്രദേശത്ത് ഒരു അറബിയുടെ വീട്ടിലെ തോട്ടം നനയ്ക്കലാണ് പണി. ചെറിയ സാലറിയേ ഉള്ളൂ. നിന്നെ ആ കാട്ടുപ്രദേശത്ത് ഒറ്റയ്ക്ക് വിട്ട് എനിക്കിവിടെ ഒരു സമാധാനം ഉണ്ടാവില്ല മാഹി. നമുക്ക് വേറൊരു ജോലി അന്വേഷിക്കാം. കരുതലും സ്നേഹവും ആഷിഖിൻ്റെ വാക്കുകളിൽ കവിഞ്ഞു. മാഹിർ കണ്ണീരിനിടയിലും അവനെ നോക്കിയെന്ന് പുഞ്ചിരിച്ചു. ഞാൻ ഒരുക്കമാണ് ആഷിഖ്. ഇവിടെ ഈ മുറുക്കുകത്ത് ചടഞ്ഞു കൂടിയിരുന്ന് മടുത്തുപോയി എനിക്ക്. ഇനിയും ഇങ്ങനെ എനിക്ക് കഴിഞ്ഞാലേ മുഴുവട്ടായിപ്പോവും. എനിക്ക് ദൂരക്കൂടുതലുണ്ടെങ്കിലും മനസ്സുകൊണ്ട് നീ എൻ്റെ കൂടെ തന്നെ ഇല്ലടാ. പിന്നെ സാലറിയുടെ കാര്യം ചെറുതാണെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ പിടിച്ചു നിൽക്കാൻ കുറച്ചെങ്കിലും ആവുമല്ലോ. തീർത്താൽ തീരാത്തത്ര കടങ്ങളും പ്രാരാബ്ദങ്ങളും തലക്ക് മുകളിലുണ്ടെന്ന് നിനക്കും അറിയാവുന്നതല്ലേ. എന്നാലും എടാ, നീ തനിച്ച്, അതും അത്രയും ദൂരെ,
ആഷിഖിൻ്റെ മനസ്സ് അതിനെ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. ഒരെന്നാലും ഇല്ലടാ, ഞാൻ തയ്യാറാണ്. കുറച്ച് പ്രയാസപ്പെടേണ്ടി വന്നാലും സാരമില്ല. നമ്മൾ പ്രവാസികൾ അങ്ങനെയൊക്കെ അല്ലടാ. ഒരു പിടി സ്വപ്നങ്ങളും ഒരുപോലെ വേദനകൾ നിറഞ്ഞ കലവറയാണല്ലോ പ്രവാസം. ചെറുതെങ്കിലും ഒരു ജോലി ശരിയായതിൻ്റെ ആശ്വാസം അന്ന് മാഹിറിൻ്റെ മുഖത്തുണ്ടായിരുന്നു. മാഹിർ എന്ന ശല്യം ഒഴിഞ്ഞു പോകുന്നതിൻ്റെ ആശ്വാസം റാഫീൻ്റെ മുഖത്തും. റാഫി ഇടയ്ക്കിടയ്ക്ക് മാഹിറിനെ കുത്തി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും മാഹിർ ഒരു പുഞ്ചിരി കൊണ്ട് അവനെ നേരിട്ടു. നിന്നെ ചൊറിയാൻ വരുമ്പോൾ നിനക്ക് തിരിച്ചൊരു മാന്ത് കൊടുത്ത് വിട്ടൂടാ മാഹി എന്ന് ഷിഫാൻ്റെ ചോദ്യത്തിന് രണ്ടും കൈയും കൂട്ടി അടിച്ചാലല്ലേ ശബ്ദമുണ്ടാവൂ എന്ന് പറഞ്ഞ് ദയനീയമായി ചിരിക്കുകയാണ് മാഹിർ ചെയ്തത്. അന്നത്തെ ക്ലീനിങ്ങും പാചകവുമൊക്കെ കഴിഞ്ഞ് മാഹിർ ഫോണുമായി ടെറസിലേക്ക് ഇറങ്ങി നിന്നു. ആ വൈകുന്നേരം മനോഹരമായിരുന്നു. ഒരു നറുപിഞ്ചിരിയോടെ ദൂരേക്ക് മിഴിനട്ട് നിൽക്കുമ്പോൾ മാഹിറിൻ്റെ മനസ്സിൽ അവൻ്റെ പാതിയായ പെണ്ണൊരുത്തി മാത്രം നിറഞ്ഞു നിന്നു. പുതിയ ജോലിസ്ഥലത്തേക്ക് നാളെ പോകാമെന്ന് ആഷിഖ് പറഞ്ഞിട്ടുണ്ട്. അവിടെ എത്തിയൊന്ന് സെറ്റായതിനു ശേഷം സുറുമയെ വിളിക്കണം. താൻ ഇതുവരെയും അനുഭവിച്ചതൊക്കെയും ഒരു ഭയങ്കര പോലെ അവളോട് പറഞ്ഞു കൊടുക്കണം. അവഗണന കൊണ്ട് നോവിച്ചതിന് പകരം അവളെ സ്നേഹം നിറച്ച വാക്കുകൊണ്ട് തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കണം. കുറച്ചുനാൾ കൂടി ഈ മരുമണ്ണിൽ പിടിച്ചു നിന്ന് കടങ്ങൾ കുറച്ചെങ്കിലും വീട്ടി കടലിനക്കരയ്ക്ക് പറക്കണം. പിന്നെ ഈ ജന്മം മുഴുവനും കാത്തിരിക്കുന്നവളോടൊപ്പം ഇന്നോളം കിനാ കണ്ട ജീവിതം ആ സ്വപ്നക്കൂട്ടിൽ സമാധാനത്തോടെ ജീവിച്ചു തീർക്കണം. ഒരു നിമിഷം കൊണ്ടവൻ ഒരുപാട് കിനാവുകൾ പടുത്തുയർത്തി. അത്തറിൻ്റെ മണമുള്ളൊരു ഇളം കാറ്റ് അവനെ തഴുകി തലോടി മനം കുളിർപ്പിച്ചു. മാഹിർ ചുണ്ടിലെ പുഞ്ചിരി മായാതെ മുടിയിൽ നിന്ന് തലോടി വിട്ട് അവിടെയുള്ള ഇരിപ്പിടത്തിലേക്ക് ഇരുന്നു. FB തുറന്ന് മനസ്സിൽ തോന്നിയ വരികളൊക്കെ കുറിച്ചിട്ട് ഒരുപാട് പേരെ മെസ്സേജിലൂടെയും കമൻറ്റിലൂടെയും അന്വേഷിക്കുന്നുണ്ട്. ചിലർക്കൊക്കെ മറുപടി കൊടുത്തു. വീണ്ടും ഇന്നലെ വന്ന മെസ്സേജ് കണ്ണിലൊടുക്കി. എന്തായാലും ഈ കാണിക്കുന്നത് ശരിയല്ല. എന്നെപ്പോലെയുള്ളവർ നിങ്ങളെ എഴുത്തിനെ അത്രയും ഇഷ്ടപ്പെടുന്നുണ്ട്. ആഗ്രഹത്തോടെ നോക്കിയിരിക്കുന്ന ആ സ്റ്റോറിക്ക് അത്രയും അഡിക്റ്റ് ആയതുകൊണ്ട് മാത്രമല്ല, എൻ്റെ ദുഃഖങ്ങൾ കുറച്ച് സമയത്തേക്കെങ്കിലും മറക്കാനും ഉള്ളിലൊരു കുഞ്ഞു സന്തോഷം നിറക്കാനും നിങ്ങളുടെ കഥയ്ക്ക് കഴിഞ്ഞിട്ടുള്ളൂ. പ്ലീസ്, എനിക്ക് വേണ്ടി നിങ്ങൾ ആ സ്റ്റോറി ബാക്കി എഴുതണം. ഏതോ ഒരു വായനക്കാരി അയച്ചതാണ്. തൻ്റെ സ്റ്റോറി വായിക്കുന്നതിൽ കൂടുതൽ പേരും സ്ത്രീകളായതുകൊണ്ടാണ് വായനക്കാരി എന്ന് ഉറപ്പിച്ച് പറയുന്നത്. ഒരുപാട് ആരാധകന്മാരുടെ മെസ്സേജ് കൊണ്ട് ഇൻബോക്സ് നിറയാറുണ്ട്. ചിലർ കഥയെക്കുറിച്ചും കഥാകാരനെക്കുറിച്ചും പുകഴ്ത്തി പറയുന്നവരാണെങ്കിൽ ചിലർ കഥയുടെ ബാക്കി അറിയാനുള്ള ആവേശത്തിൽ, ബാക്കി വൈകുന്നതിൻ്റെ ദേഷ്യത്തിൽ തന്നെ ചീത്ത പറയാനും മടിക്കാറില്ല. ആരോടും അതിരി കവിഞ്ഞൊരു അടുപ്പവും കാണിക്കാറില്ല മാഹിർ. തോന്നിയാൽ മറുപടി കൊടുക്കും, അത്രയേ ഉള്ളൂ. സോഷ്യൽ മീഡിയയ്ക്ക് നല്ല വശവും ചീത്ത വശവും ഉണ്ടല്ലോ. എൻ്റെ കഥ ഇത്രയും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. കിസ്സയിലെ പാതി തീർച്ചയായും ബാക്കി എഴുതും. കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരുമെന്ന് മാത്രം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശം സാഹചര്യത്തിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത്. ഈ സമയത്ത് എഴുതിയാൽ ശരിയാവുമെന്ന് തോന്നുന്നില്ല. ഇൻഷാ അല്ലാഹ് വൈകാതെ ഞാൻ ബാക്കി എഴുതാൻ ശ്രമിക്കാൻ മാഹിർ മറുപടി അയച്ചു. മാഹിറിൻ്റെ പഴയ ഫോട്ടോസെല്ലാം നോക്കിയിരുന്ന സുറുമി തൻ്റെ ഫോണിലേക്ക് ആ എഴുത്തുകാരൻ്റെ മെസ്സേജ് കണ്ടു. ഇന്നെന്തോ മുൻപ് അയാൾ മെസ്സേജ് അയച്ചപ്പോൾ ഉണ്ടായതത്രയും വിറയലും വെപ്രാളവും ഒന്നും തോന്നിയില്ല അവൾക്ക്. പ്ലീസ് എനിക്ക് വേണ്ടി ആ കഥയുടെ ബാക്കിയൊന്ന് എഴുതാമോ? സുറുമി ഒരു 5 വയസ്സുകാരിയെ പോലെ കൊഞ്ചി. ആ മെസ്സേജ് അവൻ കണ്ടുവെങ്കിലും മറുപടിയൊന്നും വന്നില്ല. വിഷമങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്ത മനുഷ്യരുണ്ടോ? ഞാനും ഇപ്പോൾ കഠിനമായ ദുഃഖം അനുഭവിക്കുന്നവളാണ്. പ്രിയപ്പെട്ടവരുടെ അവഗണന കാരണം മനസ്സ് നീറി കഴുകുകയാണ്. അതിനിടയ്ക്ക് ചെറിയൊരു ആശ്വാസം തോന്നുന്നത് നിങ്ങളുടെ ഈ കഥ വായിക്കുന്നതാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും കെഞ്ചി പറഞ്ഞത്. ഒന്നും തോന്നരുത്. എന്തിനോ അങ്ങനെ ഒരു വിശദീകരണം കൊടുക്കണമെന്ന് തോന്നി അവൾക്ക്. ഒന്നും തോന്നില്ല. എന്തായാലും ഞാൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് തനിക്ക് വേണ്ടി ഇന്നൊരു കുഞ്ഞു പാർട്ട് എഴുതിയിടാൻ ശ്രമിക്കാം. ജെന്നിൻ്റെ മെസ്സേജ് അവൾക്ക് വല്ലാത്തൊരു സന്തോഷം നൽകി. തനിക്ക് വേണ്ടി എന്ന്. എന്ത് നല്ല മനുഷ്യൻ. അവളുടെ ഉള്ളിൽ ആ എഴുത്തുകാരനോട് അല്പം മമത തോന്നി. താങ്ക്സ്. മെസ്സേജ് ടൈപ്പ് ചെയ്യുമ്പോൾ സുറുമിയുടെ ചുണ്ടുകൾ ഭംഗിയോടെ ഉടർന്നിരുന്നു. അവളുടെ ആ ചിരിക്ക് അല്പം നേരത്തെ ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂ. വാതിൽക്കൽ തന്നെയും നോക്കി നിൽക്കുന്ന സക്കീറിനെ കണ്ടതും സുറുമിയുടെ മുഖത്തെ ചിരി മാഞ്ഞ് ദേഷ്യവും വെറുപ്പും സ്ഥാനം പിടിച്ചു. സക്കീറിൻ്റെ ചുണ്ടിൽ ഒളിഞ്ഞുകിടക്കുന്ന വഷളം ചിരി കണ്ടവൾക്ക് മനം പുരട്ടി. മുത്തോളെ. സുറുമയിൽ നിന്നും നോട്ടം പറിക്കാതെ അയാൾ കുഞ്ഞിനെ വിളിച്ചു. ആ കുഞ്ഞിന് വല്ലതും അറിയുമോ? മൂത്താപ്പയുടെ മധുരം പുരട്ടെ വിളി കേട്ട് സുറുമിക്ക് തടയാനാവും മുമ്പേ ബെഡിൽ നിന്ന് ഊർന്നിറങ്ങി ഒരു ഓട്ടമായിരുന്നു അവൾ. സക്കീർ കുഞ്ഞിനെ എടുത്തിയെന്ന് വട്ടം കറക്കി. അയാളുടെ സ്നേഹപ്രകടനങ്ങളിൽ മയങ്ങിയ ആ കുഞ്ഞ്
നിഷ്കളങ്കതയോടെ പൊട്ടിപ്പൊട്ടി ചിരിച്ചു. സുറുമി വീർപ്പിച്ച മുഖവുമായി ബെഡിൽ നിന്നും എഴുന്നേറ്റു. സുറുമിയെ നോക്കിക്കൊണ്ട് അയാൾ കുഞ്ഞിൻ്റെ കവിളിൽ അമർത്തി ഉമ്മ വെച്ചു. എൻ്റെ കുഞ്ഞിനെ താഴെ നിർത്ത്. സുറുമ അയാളുടെ നേർക്ക് പാഞ്ഞു വന്നു. നീ ഇങ്ങനെ ചൂടാവല്ലേ സുറുമയെ? ഞാൻ എൻ്റെ അനിയൻ്റെ കുഞ്ഞിനെ ഒന്ന് എടുത്ത് ഉയർത്തി ഉമ്മ വെച്ചതിനാണോ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഇത് കണ്ടാൽ തോന്നല്ലോ നിനക്ക് ഉമ്മ കിട്ടാത്തതിൻ്റെ കുശുമ്പ് തീർക്കുകയാണെന്ന്. അയാളോടുള്ള ചൂന്നുള്ള നോട്ടവും കേട്ടാൽ അറക്കുന്ന സംസാരം സുറുമിയുടെ കലി ഇരട്ടിയാക്കി. അവൾ സക്കീറിനെ തുറച്ചു നോക്കി. നിങ്ങളോട് എന്നെ കുഞ്ഞിനെ താഴെ വെക്കാനാണ് പറഞ്ഞത്. അടക്കി പിടിച്ചാണ് പറയുന്നതെങ്കിലും വല്ലാത്തൊരു മൂർച്ചയുണ്ടായിരുന്നു അവളുടെ സ്വരത്തിന്. താഴെ വെച്ചില്ലെങ്കിൽ നീ എന്തു ചെയ്യും? അയാളുടെ 2 പുരികങ്ങളും ഉയർന്നു. സുറുമി ബലം പിടിച്ച് അയാളിൽ നിന്ന് തൻ്റെ കുഞ്ഞിനെ വാങ്ങിയെടുത്തു. ആ മൽപ്പിടുത്തത്തിനിടയിൽ അയാളുടെ കൈ സുറുമിയുടെ മാറത്ത് നമർന്നു. അവിടെ പൊള്ളിയടർന്നതുപോലെ തോന്നി അവൾക്ക്. ആ നിമിഷം തന്നെ അവളുടെ വലത് കൈ അയാളുടെ കവിളിൽ ആഞ്ഞു പതിച്ചിരുന്നു. സിക്കിറിനെ കവിളിനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ചുട്ടരിക്കാനുള്ള ദേഷ്യത്തോടെ അവളെ നോക്കി. ഒന്നും മനസ്സിലാവാതെ ഹാലമോൾ കിതപ്പോടെ മൂത്താപ്പിയെ നോക്കിയിരിക്കുന്ന തൻ്റെ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി. എന്താ ഇവിടെ ചോദിച്ചുകൊണ്ട് അവർക്കടുത്തേക്ക് നടന്നു വരുന്ന ലബീബയെ കണ്ടതും അയാളുടെ മുഖമൊന്ന് വിളറി. അവിടെ ഭയം സ്ഥാനം പിടിച്ചിരുന്നു. ഒന്നുമില്ലടി, ഞാൻ കൊച്ചിനൊരു മിഠായി കൊടുക്കുകയായിരുന്നു. അയാൾ വേഗം ഷർട്ടിൻ്റെ കീശയിൽ കരുതിയ മിഠായി എടുത്ത് കുഞ്ഞിന് നേരെ നീട്ടി. കുഞ്ഞ് പേട് കാരണം അത് വാങ്ങിക്കാൻ മടിക്കുമെങ്കിലും സിക്കിർ മിഠായി കുഞ്ഞിൻ്റെ കയ്യിൽ പിടിപ്പിച്ചു. ഹാ സുറുമി, മതി റൂമിൽ കയറി അടയിരുന്നത്. നിന്നെ ആനുമ്മ തിരക്കിയിരുന്നു. ഉപ്പ ഛർദ്ദിച്ചുവെന്ന് തോന്നുന്നു. അവിടെ വൃത്തിയാക്കാൻ മോപ്പും ബക്കറ്റും എടുത്ത് ചെന്നാൽ മതി, ലബീബ കൽപ്പിച്ചു. സുറുമി കുഞ്ഞിനെയും കൊണ്ട് റൂമിനകത്തേക്ക് കയറി. അവളെ ബെഡിൽ ഇരുത്തി താഴെ നിലത്ത് അവളും ഇരുന്നു. എൻ്റെ മോള് സൂക്ഷിക്കണം കേട്ടോ, മൂത്താപ്പ ചീത്തയാ. അയാളെ കൊഞ്ചിക്കാനും എടുക്കാനൊക്കെ വരുമ്പോൾ എൻ്റെ കുട്ടി സമ്മതിക്കരുത് കേട്ടോ. മിഠായി തന്നാലും വാങ്ങി കഴിക്കരുത്, അതിലൊക്കെ വിഷം കാണും. ദേ അവിടെ ഇവിടെയൊക്കെ ആരെങ്കിലും തൊടുകയോ പിടിക്കുകയോ ചെയ്താലേ ഉമ്മച്ചനോട് പറയണം കേട്ടോ. അങ്ങനെയൊക്കെ ചീത്ത ആളുകൾ ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ഓടി വന്ന് ഉമ്മാനോട് പറയാം. സുറുമി എങ്ങനെയാണ് കുഞ്ഞിന് മനസ്സിലാക്കി കൊടുക്കേണ്ടതെന്ന് അറിയുന്നില്ല. ആ കാട്ടാളൻ തന്നോട് പെരുമാറും പോലെ തൻ്റെ ഇത്തിരിയില്ലാത്ത കുഞ്ഞിനെയും എന്തെങ്കിലും ചെയ്യുമോ എന്ന ഭയം അവളെ വേട്ടയായി തുടങ്ങി. ഹാലമോൾ മനസ്സിലായെന്ന പോലെ ഉമ്മയെ നോക്കി തല അനക്കി. ഉമ്മ ഒരു കാര്യവുമില്ലാതെ മൂത്താപ്പയുടെ മുഖത്ത് അടിക്കില്ലെന്നും ആ കുഞ്ഞിനും മനസ്സിലായിരിക്കണം. ഇതെനിക്ക് വേണ്ട ഉമ്മേ, ഇതിൽ വിച്ചുണ്ടാവും. നേരത്തെ സിക്കീർ പിടിപ്പിച്ച മുട്ടായി ദൂരേക്ക് വലിച്ചിറങ്ങി സുറുമി അവളെ നോക്കി പുഞ്ചിരിച്ചു. നല്ല കുട്ടി, എൻ്റെ മുത്തുമോൾക്ക് ഉമ്മച്ചി നല്ല മിഠായി വാങ്ങി തരുമല്ലോ. പിന്നെ ഉപ്പച്ചി ഗൾഫിൽ നിന്ന് വരുമ്പോൾ കുറേ മിഠായി കൊണ്ടുവരും കേട്ടോ. വേറെ ആര് തന്നാലും ഉമ്മാനോട് ചോദിക്കാതെ വാങ്ങി കഴുകരുത് കേട്ടോ ഉമ്മാൻ്റെ മുത്ത്. സുറുമി കുഞ്ഞിൻ്റെ കവിളിൽ ഒരു കുഞ്ഞു മുത്തവും കൊടുത്തു. സുറുമി ബക്കറ്റും മപ്പും എടുത്ത് ഉപ്പയുടെ റൂമിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ദേഷ്യം പിടിച്ച് നിൽക്കുന്നുണ്ട് ആനുമ്മ. എന്താടി നിന്നെ വിളിച്ചാൽ വരാൻ ഇത്ര താമസം? ആ സ്ത്രീ സുറുമിയുടെ നേരെ ചീറിയെടുത്തു. ഞാൻ അവിടെ മോളുടെ കൂടെ ആയിരുന്നു ഉമ്മ. സുറുമിയുടെ വാക്കുകൾ വിറച്ചു. എന്നാ വേഗം അവിടേക്ക് തുടച്ച് വൃത്തിയാക്ക്. പിന്നെ ഉപ്പാൻ്റെ മുഷിഞ്ഞ കുപ്പായങ്ങൾ ഒരു മൂലക്ക് കൂട്ടിയിട്ടിട്ടുണ്ട്, അതൊക്കെ ഒന്ന് സോപ്പിൽ കുതിർത്തിട്ടിട്ട് കിടന്നാൽ മതി. ഒട്ടും ദയവില്ലാതെ ആനുമ്മ നിർദ്ദേശിച്ചു. അതിന് മറുപടിയായെന്ന് തല അനക്കി സുറുമി നിലം വൃത്തിയാക്കാൻ തുടങ്ങി. അപ്പോഴും മനസ്സിൽ അയാളുടെ കൊത്തുവലിക്കും പോലെയുള്ള നോട്ടം മിഴിവോടെ തെളിഞ്ഞു നിന്നു. ആനുമ്മ പറഞ്ഞതുപോലെ ഉപ്പയുടെ മുഷിഞ്ഞു നാറിയ കുപ്പായമെല്ലാം സോപ്പിൽ കുതിർത്തിയിട്ടതിന് ശേഷമാണ് സുറുമി റൂമിലേക്ക് പോയത്. ഹാലമോൾ ബെഡിലിരുന്ന് എന്തൊക്കെയോ ചിത്രം വരച്ച് കളിക്കുന്നത് കണ്ടു. ഉമ്മ ഇന്ന് കുളിച്ചിട്ട് വരാട്ടോ മോളെ, സുറുമി കുഞ്ഞിനോടായി പറഞ്ഞ് ഇട്ടുമാറാനുള്ളതും എടുത്ത് ബാത്റൂമിലേക്ക് കയറി. കുളിച്ചിറങ്ങി മുടിയൊന്ന് തുടച്ചുണക്കി കണ്ണാടിയുടെ മുമ്പിൽ വന്നു നിന്നു സുറുമി. വെറുതെ കവിളിൽ നിന്ന് തൊട്ടു നോക്കി. കവിളിലെ മിനുസവും തുടിപ്പവുമൊക്കെ മാഞ്ഞുപോയി. ആകെ ഒരു ക്ഷീണതയെപ്പോലെ തോന്നിച്ചു അവൾക്ക്. കുറച്ച് ദിവസമായി അനുഭവിക്കുന്ന ടെൻഷൻ കൊണ്ടാവാം കണ്ണിന് ചുറ്റും കറുപ്പ് പടർന്നിരിക്കുന്നു. കാത്തിരുന്ന് ആളിങ്ങ് വരുമ്പോഴേക്കും തൻ്റെ യൗവനം മുഴുവൻ നഷ്ടപ്പെടുമോ? അവൾ വെറുതെ ഓർത്തെന്ന് നിശ്വസിച്ചു. കുഞ്ഞിനെ പുതപ്പിച്ചു കിടത്തി അവളെ തട്ടിയുറക്കിയതിന് ശേഷമാണ് സുറുമി ഫോണെടുത്ത് നോക്കിയത്. ഇയാൾ കഥ എഴുതാമെന്ന് പറഞ്ഞിട്ട് എന്താ വിടാത്തെ? അയാൾ തനിക്ക് വേണ്ടി എഴുതാമെന്ന് പറഞ്ഞ കാര്യം മറന്നുപോയോ ആവാം, മറന്നു കാണും. അല്ലെങ്കിൽ തന്നെ പറ്റിക്കാൻ വേണ്ടി വെറും വാക്ക് പറഞ്ഞതാവും. സുറുമിക്ക് തെല്ല് ദേഷ്യം വന്നു.
എന്തെല്ലാം വിധം മനുഷ്യരാണ്. പാലിക്കാൻ കഴിയില്ലെങ്കിൽ അയാൾ തന്നോട് വാക്ക് പറഞ്ഞത് എന്തിനാണ്? ആ ജിന്ന് അവളുടെ പ്രിയപ്പെട്ടവനാണെന്നും അവൻ എന്തൊക്കെയോ തിരക്കിൽപ്പെട്ട് എഴുത്തിൻ്റെ കാര്യം മറന്നുപോയതാണെന്നും ആ പെണ്ണുണ്ടോ അറിയുന്നു. സുറുമി അയാൾക്ക് മെസ്സേജ് അയക്കാൻ തന്നെ തീരുമാനിച്ചു. രാത്രി 11 മണിയായിട്ടുണ്ട്. ഈ സമയത്ത് ഒരു പുരുഷനെ മെസ്സേജ് അയക്കുന്നത് തെറ്റാണെന്ന് ബുദ്ധി ഉപദേശിച്ചുവെങ്കിലും അത് വകവെക്കാതെ സുറുമി മെസ്സേജ് ടൈപ്പ് ചെയ്തു. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. കാത്തിരുന്നു മടുത്തു. എനിക്ക് വേണ്ടി കഥ എഴുതാമെന്ന് പറഞ്ഞിട്ട് എവിടെ? പാലിക്കാൻ കഴിയാത്ത വാക്ക് മറ്റൊരാൾക്ക് കൊടുക്കുന്നതേ അത്ര നല്ല കാര്യമാണോ എഴുത്തുകാരാ? സുറുമി മെസ്സേജ് സെൻഡ് ചെയ്ത് ഫോൺ മാറ്റിവെച്ചു. മാഹിറിൻ്റെ ഫോട്ടോ കയ്യിലെടുത്തവൾ കൊച്ചു പിള്ളാരെ പോലെ എന്തൊക്കെയോ കിന്നാരം പറഞ്ഞു. പിന്നെ അതൊരിലേക്ക് പരിഭവത്തിലേക്കും കരച്ചിലേക്കും വഴിമാറി. അവനോടായി പറയാനായി ഉള്ളിൽ കൂട്ടി വെച്ചതെല്ലാം അവൻ്റെ ചിരിക്കുന്ന ഫോട്ടോയിലേക്ക് നോക്കിയവൾ പറഞ്ഞു തീർക്കും മുമ്പേ ഫോണിലേക്ക് മെസ്സേജ് വരുന്ന ശബ്ദം കേട്ടു. സുറുമി വേഗം ഫോണെടുത്ത് നോക്കി. സോറി ട്ടോ, എഴുതണമെന്ന് കരുതിയതാണ്. പക്ഷേ എൻ്റെ സാഹചര്യം അതിനെ അനുവദിച്ചില്ല. ഞാൻ പറഞ്ഞില്ലേ ഞാനിതൊരു പ്രശ്നങ്ങൾക്ക് നടുവിലാണെന്ന്. മനസ്സൊന്നും പിടിച്ചെടുത്ത് കിട്ടുന്നില്ലടോ. നാളെ പുതിയൊരു ജോലി സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതിൻ്റെ ചെറിയ തിരക്കുകളിൽപ്പെട്ട് പോയതാ അത് എഴുതാഞ്ഞത്. തന്നെ പറഞ്ഞ് കൊതിപ്പിച്ചതിന് പകരമായി ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ എഴുതാൻ ശ്രമിക്കും. പുഞ്ചിരിക്കുന്ന ഇമോജിയോടൊപ്പം അവൻ്റെ മെസ്സേജ് അവളുടെ ഫോണിലേക്കെത്തി. വെറുതെ പറഞ്ഞെന്നെ പറ്റിക്കല്ലേ? എല്ലാവരും എന്നെ പറ്റിക്കുന്നതിന് കൂടെ നിങ്ങളും. വെറുതെ കാത്തിരുന്ന് മണ്ടിയെയും എടുത്ത് നിൽക്ക്. നിങ്ങളുടെ തിരക്കുകൾ ഞാൻ മനസ്സിലാക്കുന്നു. ഇനി ഞാൻ സ്റ്റോറി ചോദിച്ച് ബുദ്ധിമുട്ടിക്കാൻ വരില്ല. എന്തിന് അയാളോട് ഇങ്ങനെ പറയുന്നു എന്ന് അവൾക്ക് അറിയില്ലെങ്കിലും ആരോടൊക്കെയുള്ള ദേഷ്യവും സങ്കടവും വാശിയുമായിരുന്നു ആ വാക്കുകളിൽ വിങ്ങി നിന്നത്. മാഹിറിനത് മനസ്സിലാവുകയും ചെയ്തു. പക്ഷേ ഒരു വിരൽത്തുമ്പിനപ്പുറം തൻ്റെ ഭാര്യയായാളാണെന്നും അവളുടെ ഹൃദയ നൊമ്പരമാണെന്നും ആ അക്ഷരങ്ങളിൽ വിങ്ങുന്നതെന്നും അവനൊട്ടും മനസ്സിലായില്ല. ഹേയ്, താനിപ്പോൾ കരയാണോ? സത്യത്തിൽ എന്താണ് തൻ്റെ സങ്കടം? ഞാൻ സ്റ്റോറി ബാക്കി എഴുതാത്തത് മാത്രമാണോ? അതോ എന്തോ മനസ്സുകൊണ്ട് ആ പെണ്ണിനോട് ചെറിയൊരു സഹതാപവും അടുപ്പവും തോന്നിയത് കൊണ്ടാണ് അവൻ അങ്ങനെ ചോദിച്ചത്. ചിലപ്പോൾ തന്നെപ്പോലെ ആരോടെങ്കിലും മനസ്സ് തുറന്ന് ഒന്ന് വിങ്ങിപ്പൊട്ടാൻ കാത്തു നിൽക്കുകയാണോ ആ പെണ്ണെന്ന് മാഹിർ ഊഹിച്ചിരുന്നു. സുറുമി ഒരു പിടച്ചിലൂടെ കണ്ണു തുടച്ചു. തൻ്റെ സങ്കടങ്ങൾ എന്തിന് ഞാൻ ഇയാളോട് പറയണം? ഞാൻ എന്തൊക്കെ അബദ്ധങ്ങളാണ് കാണിച്ചു കൂട്ടുന്നത്? തൻ്റെ ആരുമല്ലാത്തവരോട് എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് വിളിച്ചു പറയുന്നത്? സുറുമിക്ക് ആകെയൊരു വെപ്രാളം തോന്നി. എടോ, താൻ പോയോ? അവളിൽ നിന്നും ഒരു പ്രതികരണമില്ലെന്ന് കണ്ടതും അവൻ ചോദിച്ചു. ചോദിച്ചത് ഇഷ്ടമായില്ലെങ്കിൽ മറുപടി വേണമെന്നില്ല ട്ടോ. എനിക്ക് തോന്നി തൻ്റെ പ്രശ്നം അത് മാത്രമല്ലെന്ന്. ആരോടോ ഉള്ള ദേഷ്യമോ സങ്കടമോ എന്തൊക്കെയോ നിൻ്റെ വാക്കുകളിൽ എനിക്ക് അനുഭവപ്പെട്ടു. എന്താണെങ്കിലും വിഷമിക്കണ്ട. നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും പടച്ചോൻ തരുന്നതാണല്ലോ. തീർച്ചയായും ഒരു ഗ്രീഷ്മത്തിനപ്പുറത്ത് മനോഹരമായ വസന്തം കാത്തിരിപ്പുണ്ടാവും. അവൻ വീണ്ടും പുഞ്ചിരിച്ചു. സുറുമിക്ക് അവൻ്റെ വാക്കുകൾ ഇഷ്ടമായി. ഇയാളൊരു നല്ല മനുഷ്യനാണെന്ന് വീണ്ടും അവളുടെ മനസ്സ് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. ഞാനിപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവനെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സങ്കടത്തിലാണ് ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് ടൈപ്പ് ചെയ്തത്. എന്തോ അവനോട് തൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ മനസ്സിൻ്റെ ഭാരം അല്പമെങ്കിലും കുറയുമെന്ന് കരുതിയിട്ടാവോ ആ പെണ്ണ് അങ്ങനെ എഴുതി അയച്ചത്? പ്രിയപ്പെട്ടവനെന്ന് പറയുമ്പോൾ ഇയാളുടെ ഭർത്താവാണോ? മാഹിർ വീണ്ടും ചോദിച്ചു. എൻ്റെ ഭർത്താവ് തന്നെയാ. ആളെൻ്റെ കൂടെയില്ല, പ്രവാസിയാണ്. ഓ, അപ്പോൾ മൂപ്പരെ ഓർത്ത് കരയുമായിരുന്നില്ലേ താൻ? അതെ, ആളെ ഓർത്ത് കരയാത്ത ഒരു ദിവസം പോലും എനിക്കിപ്പോൾ ഉണ്ടാവാറില്ല. അതെന്താ, ആളുമായി വഴക്കിട്ടോ? അതോ രാത്രിയിൽ അയാളുടെ ഓർമ്മകൾ കരയിപ്പിക്കുന്നതാണോ? അവൻ എന്തിനാണ് അവളുടെ പ്രശ്നങ്ങൾ ചെയ്യുന്നത്? വഴക്കിട്ടാൽ ഇത്രയും സങ്കടം ആവില്ലായിരുന്നു. ഇതിപ്പോൾ ഒറ്റപ്പെടലിൻ്റെ വേദനയേക്കാൾ എനിക്ക് തളർത്തി കളയുന്ന ആളുടെ അവഗണനയാണ്. എത്ര നാൾ വേണമെങ്കിലും ആളെയും കാത്തിയുടെ പരിഭവം ഏതുമില്ലാതെ തപസ്സിരിക്കാൻ ഞാൻ ഒരുക്കമാണ്. പക്ഷേ എന്നെ കേൾക്കാൻ പോലും ആൾക്കിപ്പോൾ സമയമില്ല. എൻ്റെ വലിയ ദുഃഖങ്ങളും കുഞ്ഞു സന്തോഷങ്ങളും പങ്കുവെക്കാൻ എനിക്കിപ്പോൾ ആരുമില്ല. സുറുമി തൻ്റെ ഹൃദയം ഞെരിക്കുന്ന നൊമ്പരം അക്ഷരങ്ങളിലൂടെ തുറന്നു കാട്ടി. മാഹിർ ഒരു നിമിഷം നിശ്ചലമായി. അവന് സുറുമിയെ ഓർമ്മ വന്നു. ഈ വേദനയുടെ ചുവ തന്നെയാവില്ലേ എൻ്റെ പെണ്ണും ഇന്ന് അനുഭവിക്കുന്നത്? ഈ വാക്കുകളിൽ അവളുടെ വേദനകൾ മറഞ്ഞിരിക്കുന്നത് പോലെ അവൾക്കും ഒരുപാട് പറയാനുണ്ടാവില്ലേ തന്നോട്? അവളെ കേൾക്കാൻ താനിപ്പോൾ നിന്നു കൊടുക്കാറില്ലല്ലോ. അവൻ്റെ ഹൃദയം സുറുമയെ നോർത്ത് പിടഞ്ഞ നിമിഷമായിരുന്നു അത്. വിഷമിക്കാതെടോ താൻ. ആൾക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ തിരക്കും കാണും. എല്ലാം ഒന്ന് ഒതുങ്ങി കഴിയുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവൻ പഴയതുപോലെ തന്നോട് മിണ്ടി തുടങ്ങും.
ഞാനും പ്രാർത്ഥിക്കാം, സന്തോഷമായിരിക്കും. മാഹിർ ആ സംസാരം നീട്ടിക്കൊണ്ടു പോകാൻ താല്പര്യം കാണിച്ചില്ല. എന്തൊക്കെ പറഞ്ഞാലും അപ്പുറത്തൊരു സ്ത്രീയാണ്, സ്നേഹത്തിനും കരുതലിനും വേണ്ടി ദാഹിച്ചു നിൽക്കുന്ന സ്ത്രീ. ആശ്വാസവാക്കുകൾ നൽകി അവരെ കബളിപ്പിക്കാൻ വരുതിയിലാക്കാനുമൊക്കെ എളുപ്പമാണ്. അവരെ പരിഗണിക്കുന്ന തോന്നൽ ഇച്ചിരി ഉണ്ടാക്കി കരുതലിൻ്റെ മരണം പുരട്ടിയെന്ന് മിണ്ടിയാൽ മതി. ചിലരെ വീണുപോകും. സ്ത്രീകൾ ദുർബലരാണ്. മിക്ക അവിഹിതത്തിലും സംഭവിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. വേണ്ട, തൻ്റെ ആശ്വാസവാക്കുകൾ ആ പെണ്ണ് മറ്റേതെങ്കിലും രീതിയിൽ എടുത്താലോ? പരിധി വിട്ടൊരു അടുപ്പവും ആരോടും വേണ്ട. എനിക്കെൻ്റെ പെണ്ണുണ്ടല്ലോ, എൻ്റെ പ്രണയമുണ്ടല്ലോ. സുറുമയെ ഓർത്തുകൊണ്ട് തന്നെ മാഹിർ കണ്ണുകൾ ചേർത്തടച്ചു. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ.